ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കാർ ഡ്രൈവിങ്ങിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്, വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനറിന് പലപ്പോഴും ഒരു വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരു വാഹനം ഓടിക്കുമ്പോൾ എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യണം, സ്റ്റിയറിംഗ് ബാലൻസ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയണം, അതുപോലെ തന്നെ ഒരു വാഹനം ഒരു കയറ്റത്ത് നിർത്തിയെടുക്കാനായിട്ട് കഴിയണം, ഒരു ട്രാഫിക്കിൽ എടുക്കണം, ഒരു ജംഗ്ഷനിൽ എടുക്കണം. ഇതാണ് ബേസിക്കായിട്ട് പല ആൾക്കാരും പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. എന്നാൽ ഇത് മാത്രം കൊണ്ട് ഒരു വാഹനം നമുക്ക് നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരുപാട് പേരും ഇപ്പോഴും വാഹനം നന്നായിട്ട് ഓടിക്കാൻ കഴിയാത്തവരുണ്ട്. ഡ്രൈവിങ്ങിൽ ഇത് മാത്രമല്ല, മറിഞ്ഞിരിക്കുന്ന ഒരുപാട് ഡ്രൈവിംഗ് ട്രിക്കുകളും സീക്രട്ടുകളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഇതുവരെയും ഡ്രൈവിങ്ങിൽ ആരും പറഞ്ഞു തരാത്ത ഒരു ഡ്രൈവിംഗ് സീക്രട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത്, ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മളുടെ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുന്ന ചില സാഹചര്യങ്ങളാണ്. എല്ലാവരും ബ്രേക്കിനെയും ക്ലച്ചിനെ കുറിച്ചും മനസ്സിലാക്കുന്നത്, നമ്മൾ വാഹനം നിർത്തുമ്പോൾ ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുന്നു, ഒരു കയറ്റത്ത് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെ ഉപയോഗം വരും, ഇതൊക്കെ അറിയാം. പക്ഷേങ്കിൽ ഇത് കൂടാതെ ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ചില യൂസുകളുണ്ട്. നമ്മളെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് സഹായകരമാകും. ഇനി ഡ്രൈവിങ്ങിൽ നമുക്ക് ഒരുപാട് നേരങ്ങളിൽ ബ്രേക്കും ക്ലച്ചും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി, ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയാൽ ക്ലച്ച് പിടിച്ച് നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, എന്നിട്ട് എൻ്റെ കാല് ഫ്ലോറിൽ വെക്കുന്നു. കാരണം ഇവിടെ ഇറക്കം കൂടിയ റോഡാണ്. ഇനി നമുക്ക് ഇവിടെ ക്ലച്ചിൻ്റെ യൂസ് ഇല്ല, ബ്രേക്കിൻ്റെ യൂസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, എൻ്റെ കാല് ബ്രേക്കേ വരുന്നു, ചെറിയൊരു കുഞ്ഞ് ഗട്ടറാണ്, അവിടെ എൻ്റെ കാല് ബ്രേക്കേ വന്നാൽ മതി. കാരണം ഈ റോഡിലുണ്ടാകുന്ന ചെറിയ നടുഭാഗത്തൊക്കെ കാണുന്ന ചെറിയ രീതിയിലുള്ള ഒരു ഗട്ടറാണ്. ഇവിടെ നമുക്ക് ബ്രേക്ക് മാത്രം വന്നാൽ മതി. ഇനി നിങ്ങൾ നോക്കിയേ, സെക്കൻഡ് ഗിയറിലാണ് വരുന്നത്. അപ്പം ഓരോ ഗിയർ മനസ്സിലാക്കി ബ്രേക്കിംഗ് ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതും ഡ്രൈവിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സെക്കൻഡ് ഗിയർ വരുന്നു, ഇവിടെ ഒരു കർവോട് കൂടി ഒരു ഭാഗം ഇറങ്ങി ജസ്റ്റ് ബ്രേക്കേ വന്നു, എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. കണ്ടോ? ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ വരുവാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നു, ഞാൻ വരുന്നത് സെക്കൻഡ് ഗിയറിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗട്ടർ വന്നു. അപ്പോൾ എൻ്റെ കാലത്ത് ബ്രേക്കിലേക്ക് വന്നു, ഫുൾ ക്ലച്ച് ചവിട്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനിവിടെ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നു, ഒപ്പം തന്നെ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വാഹനത്തെ എടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ല ഗട്ടറിലേക്ക് നിങ്ങളുടെ വാഹനം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വരുന്ന ഗിയർ ഏതായിക്കോട്ടെ, നിങ്ങൾ ബ്രേക്കും ക്ലച്ചും നിർബന്ധമായിട്ട് ചവിട്ടി വാഹനത്തെ നല്ല ഗട്ടറിൽ സ്ലോ ചെയ്യുക. എന്നിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കുക. നമുക്ക് ബ്രേക്കും ക്ലച്ചും ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. നല്ല ഗട്ടർ, അത് നമ്മൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലായിക്കോട്ടെ, ഒരു ഇറക്കത്തോട് കൂടിയ റോഡിലായിക്കോട്ടെ, നമ്മൾ മുന്നിൽ കാണുന്ന നല്ലൊരു ഗട്ടർ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടുക. അപ്പം ചെറിയ ഗട്ടറുകളിൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഇല്ല. വലിയ ഗട്ടറുകൾ വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യേണ്ട ഒരു പ്രത്യേക മെത്തേഡുണ്ട്. പല ആൾക്കാർക്കും അത് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഒതുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വണ്ടി സൈഡ് ചേർന്ന് ഒതുങ്ങി കിട്ടത്തില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി ഒതുക്കുന്ന സമയത്ത് പലപ്പോഴും ഓഫായി പോകും. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ ബ്രേക്കേ കാല് വരിക, ഒരു ഇറക്കത്തോട് കൂടിയ റോഡ്. ഇതിപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ഗട്ടറുണ്ട്. അപ്പോൾ എൻ്റെ കാല് ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്കും കൂടെ വന്നു. കാരണം എന്താണ്, എൻ്റെ വണ്ടിയുടെ ഇടത്തെ സൈഡ് ഈ ഗട്ടറിലേക്ക് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ബ്രേക്കിനോടൊപ്പം ഞാൻ എന്ത് ചെയ്തു, ക്ലച്ചും കൂടെ ചവിട്ടി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി റോഡിൻ്റെ വെളിയിലേക്ക് ഇറക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി, അത് ഇറക്കം കൂടിയ റോഡിലാണ് ഞാൻ പറയുന്നത്, ക്ലച്ചും കൂടെ ചവിട്ടി ഇതുപോലെ സൈഡിലേക്ക് ഒതുക്കി നിർത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് വീണ്ടും ഫസ്റ്റ് കൊടുക്കുക, മെല്ലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇങ്ങനെ എടുക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ നമ്മൾ ബ്രേക്കും ക്ലച്ചും യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വണ്ടി ഒതുക്കി നിർത്തുന്ന സമയത്താണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ബ്രേക്കിലേക്ക് ആദ്യം കാല് വരിക, ഒതുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, എന്നിട്ട് നേരത്തെ തന്നെ ക്ലച്ച് ചവിട്ടി കൊടുക്കണം. ഇറക്കത്തോട് കൂടിയ റോഡാണെങ്കിൽ നേരത്തെ തന്നെ ക്ലച്ച് ചവിട്ടി കൊടുക്കുക. അപ്പം നമുക്ക് ഇത്തിരി കൂടുതൽ ബ്രേക്ക് ചെയ്താലും നമുക്ക് ഇതുപോലെ വാഹനം വന്ന് സൈഡിലേക്ക് ഒതുക്കി നമുക്ക് നമ്മുടെ വണ്ടിയെ നിർത്താനായിട്ട് കഴിയും. മനസ്സിലായല്ലോ? അപ്പോൾ ഇറക്കത്തോട് കൂടിയ റോഡിലാണെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്യുക. ഇനി ഒരു നിരപ്പത്തുള്ള റോഡിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും. ഇനി നമുക്ക് ബ്രേക്കും ക്ലച്ചും യൂസ് ചെയ്യേണ്ട മറ്റൊരു സിറ്റുവേഷൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതായത്, നമ്മളിങ്ങനെ വണ്ടിയായിട്ട് പോവാണ്, നമ്മൾ ഒരു ഇറക്കം കൂടിയ ഒരു ട്രാഫിക്കിലൂടെ ഡ്രൈവ് ചെയ്ത് പോവാണ്.
അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫുൾ ക്ലച്ചും ബ്രേക്കുമാണ് ഡ്രൈവിങ്ങിൽ ആവശ്യം. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇതൊരു ട്രാഫിക്കാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ എൻ്റെ കാര്യം ഇതുകൊണ്ട് ക്ലച്ചിലേക്കും വന്നു, ബ്രേക്കിലേക്കും വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇറക്കം കൂടിയ ട്രാഫിക്കിലാണെങ്കിൽ ക്ലച്ച് ചവിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്കും മെല്ലെ മെല്ലെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നീക്കാം. വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് വണ്ടിയെ നീക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുന്നു, കാലെടുത്ത് മാറ്റരുത്. വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഇറക്കത്തോട് കൂടിയ ട്രാഫിക്കിൽ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏത് ഗിയറാണ് ഇറക്കത്തോട് കൂടിയ ട്രാഫിക്കിൽ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സെക്കൻഡ് ഗിയർ കൊടുത്താൽ മതി, വേറെ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോകാം. ഇനി അത്യാവശ്യം വണ്ടി മൂവായി, മുന്നിൽ പോകുന്ന വാഹനം ഒരുവിധം റൺ ആകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൽ ബ്രേക്ക് ചെയ്ത് നമുക്കിതുപോലെ ട്രാഫിക് ഇറങ്ങാം. ഇനി ഇതുപോലെ മുന്നമേ കാണാൻ പറ്റാത്ത ചില ഇറക്കങ്ങളുണ്ട്, അതായത് വളവോട് കൂടിയ ഇറക്കങ്ങളാണെങ്കിൽ, വീതി കുറഞ്ഞ റോഡാണെങ്കിൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി ഇടത് ചേരാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രൈവിങ്ങിൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു യു ടേൺ എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ബ്രേക്കിനോടൊപ്പം നമുക്ക് ക്ലച്ച് ചവിട്ടണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് ഞാനൊരു യു ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ക്ലച്ചും ബ്രേക്കും ചവിട്ടി, അതായത് ഇറക്കം കൂടി ഒരു യു ടേൺ ആണ് എടുക്കുന്നത്. അപ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിനെ ബാലൻസ് ചെയ്യണം. കണ്ടോ, ബ്രേക്കിനെ ബാലൻസ് ചെയ്ത് ഞാൻ ഇങ്ങനെ തിരിയാണ്. ഇങ്ങനെ തിരിഞ്ഞ് വണ്ടി റോഡിൽ നേരെയാണെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ബ്രേക്കിൽ നിന്ന് അയച്ച് പിന്നെ ഗിയറിൽ പോകാനായിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ച് ഗിയറിൽ പോകത്തുള്ളൂ. ഇപ്പോൾ സെക്കൻഡാണ് വരുന്നത്, തേർഡും കൂടെ അങ്ങ് കൊടുക്കും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാഹനം പോകാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡ്രൈവിങ്ങിൽ വാഹനത്തെ എപ്പോഴൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ, ഒന്നൊരു ഗട്ടർ, അതുപോലെ തന്നെ നമ്മളുടെ വാഹനം സൈഡിലേക്ക് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ നമ്മളുടെ വാഹനം തീർത്തും സ്ലോ ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ, അതൊരു ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ആകാം. അങ്ങനെയുള്ള ഏതൊരു സാഹചര്യത്തിലും നമുക്ക് നിർബന്ധമായിട്ടും ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടണം. ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.